എല്ലാവർക്കും നമസ്കാരം, സുപ്രഭാതം. മരണദിവസവും ശിരസ്സിലേന്തി ധരണിതലം പ്രവിശന്തി മാനുഷന്മാർ എന്ന് കുഞ്ചൻ നമ്പ്യാർ. ഒരു വ്യക്തി പിറന്നു വീഴുമ്പോൾ തന്നെ മരണത്തെക്കുറിച്ചും തീരുമാനമുണ്ടാകുന്നുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ദേവതമാർ അല്ലെങ്കിൽ വകുപ്പധ്യക്ഷന്മാർ നിരന്തരം അവരവരുടെ തൊഴിൽ മേഖലകളിൽ വ്യാപൃതരാണ്. സ്രഷ്ടാവ് തലയിലെഴുതി വിടുന്നതിനനുസരിച്ചാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം നയിക്കപ്പെടുന്നത്. അസാമാന്യ ധിഷണാശാലികൾ തലയിലെഴുതുന്ന പേന പിടിച്ചുപറ്റി എൻ്റെ ജീവിതം എങ്ങനെ വേണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് എന്ന് പറയുന്നതായി തോന്നാറുണ്ട്. കാരണം പാരമ്പര്യമനുസരിച്ചും പരിതസ്ഥിതി അനുസരിച്ചും ചെന്നു ചേരേണ്ട ഒരു മേഖലയിലല്ല അവർ ജീവിക്കുന്നത്. ഏത് തരത്തിൽപ്പെട്ട വ്യക്തിയായാലും സ്തുത്യർഹമോ അല്ലാത്തതോ ആയ ജീവിതം നയിച്ച് ഒരു ദിവസം മരിക്കുന്നു. പിറ്റേന്ന് പത്രത്തിൽ പടമടക്കം കുറിപ്പ് വായിച്ച് മരണം നേരിട്ടറിയാത്തവർ വ്യക്തിയുടെ ഭൂമിയിൽ നിന്നുള്ള തിരോധാനം മനസ്സിലാക്കുന്നു. മരണത്തിന് സൂചിപ്പിക്കാൻ സാധാരണ കൊടുക്കുന്ന വാക്കുകൾ നിര്യാതനായി, ദിവംഗതനായി, അന്തരിച്ചു, യശശരീരനായി തുടങ്ങിയവയാണ്. മരിച്ചു എന്ന് പറയാറില്ല. ഉന്നത നിലവാരം പുലർത്തുന്ന വ്യക്തികളാണെങ്കിൽ ആളും തരവും അനുസരിച്ച് തീപ്പെട്ടു, നാട് നീങ്ങി, സമാധിയായി, വിഷ്ണുപദം പൂകി, അന്ത്യശ്വാസം വലിച്ചു, അന്ത്യകൂദാശ കൈക്കൊണ്ടു, അങ്ങനെ പോകുന്നു വാക്കുകൾ. പണ്ടത്തെ പോലെ മരണവീട്ടിൽ നിന്ന് സ്വന്തക്കാരും വാടകയ്ക്കെടുത്തവരും നെഞ്ഞത്തടിച്ച് വാവിട്ട് കരഞ്ഞിട്ടല്ല ഇന്ന് നാട്ടുകാരെ മരണം അറിയിക്കുന്നത്. പത്രത്തിൽ വരുന്നതിന് മുമ്പേ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോയും വിവരണങ്ങളും ഉണ്ടാവും. അതിനു താഴെ പുഷ്പങ്ങളുടെ ചിത്രം സഹിതം ആദരാഞ്ജലിയും റെസ്റ്റ് ഇൻ പീസും പരേതാത്മാവിന് നിത്യശാന്തിയും അടിക്കുന്നതോടെ മരണം ആഘോഷിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കാം. ആദരാഞ്ജലി എഴുതി വരുമ്പോൾ പലപ്പോഴും ആദരാജ്ഞലി ആവാറുണ്ട്. ശബ്ദതാരാവലിയിൽ ഇല്ലാത്ത ഒരു വാക്കാണ് അജ്ഞലി എന്നത്. എൻ്റെ അജ്ഞത കൊണ്ടാവാം ഇതിനെയൊക്കെ ഇങ്ങനെ കുത്തിപ്പൊന്തിക്കുന്നത്. ഒരു സ്ത്രീ ഭർത്താവിൻ്റെ ശവക്കല്ലറയിൽ റെസ്റ്റ് ഇൻ പീസ് എന്നതിൻ്റെ കൂടെ ടിൽ ഐ റീച്ച് ദർ എന്നുകൂടി എഴുതി ചേർത്തതായും ഒരു കഥയുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് മരണത്തിൻ്റെ ഇരുണ്ട വശമാണ്. എന്തുകൊണ്ട് മരണത്തിനെ ആഹ്ലാദപ്രദമായ ഒരു കാര്യമായി കണ്ടുകൂടാ? നമ്മുടെ രാജ്യത്ത് തന്നെ ശ്മശാന ഘോഷയാത്രകൾ വിവാഹഘോഷയാത്രയെക്കാളും സന്തോഷപ്രദമായി വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയും ആഭരണാദി അലങ്കാരങ്ങളോടെയും കൊണ്ടാടപ്പെടുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ലോകത്ത് ഏറ്റവും വലിയ അത്ഭുതമെന്താണെന്ന് യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിച്ചപ്പോൾ നമ്മുടെ ചുറ്റും ദിനംപ്രതി മനുഷ്യർ മാത്രമല്ല ജീവികളും മരണപ്പെടുന്നത് കണ്ടിട്ടും ജനങ്ങൾ മരണത്തെ ഭയപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ ആശ്ചര്യം എന്നാണ് പറഞ്ഞത്. കൂട്ടത്തിൽ തനിക്കും മരണമുണ്ടാവുമെങ്കിലും അത് വിദൂരമായ ഏതോ ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ് എന്നുകൂടി ചിന്തിക്കുന്നു. അല്ലെങ്കിൽ വേദാന്ത ചിന്തകളുടെ ഉത്തുംഗപദത്തിലെത്തിയ മനുഷ്യൻ താൻ ഈ കാണുന്ന ദേഹമല്ല, ഒരിക്കലും നശിക്കാത്ത ആയുധങ്ങളെ കൊണ്ടോ അഗ്നി കൊണ്ടോ ജലം കൊണ്ടോ കാറ്റിനെ കൊണ്ടോ നശിപ്പിക്കാൻ കഴിയാത്ത ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാവുമോ മരണം ഒരു സുഖമില്ലാത്ത പദമായി തോന്നാറില്ലേ? അനിവാര്യവും സുനിശ്ചിതവുമായ മരണത്തെ ആരോ പറഞ്ഞതുപോലെ പ്രാണപ്രയാണ മഹോത്സവമായി കണ്ട് ഒരു ആനന്ദാനുഭവമാക്കി മാറ്റാം. കരയുന്നതിന് പകരം നാമജപ സങ്കീർത്തനങ്ങളോടെ പരേതാത്മാവിനെ യാത്രയാക്കാം. സത്പുഷ്പമേ ഇവിടെ മാഞ്ഞു സുവേരുവിന്മേൽ കൽപ്പദ്രുമത്തിനുടെ കൊമ്പിൽ വിടർന്നിടാം നീ.